വീട്ടിലിരുന്ന് സൗജന്യ പരിശീലനം നേടാം. LDC 2020 മെയ് 3 മുതൽ. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കുക www.ranhouse.in. ക്വസ്റ്റ്യൻ നമ്പർ 21, 21ാമത്തെ ചോദ്യം. ലിറ്റിൽ ഡാഷ് ദി ആൻസർ. 4 ഓപ്ഷൻ. ഡു ഹി നോ, ഡിഡ് ഹി നോ, ഹി ന്യൂ, ഹി നോസ്. ഇൻവേർഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇൻവേർഷൻ നമുക്കറിയാം. നെഗറ്റീവ് വാക്കിൽ സെൻറ്റൻസ് ആരംഭിക്കുന്നു. ലിറ്റിൽ നെഗറ്റീവ് വാക്കാണ്. ശേഷം വരേണ്ടിയിരിക്കുന്നത് ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ്. അപ്പം സിയും ഡിയും റോങ് ആൻസർ ആണ്. ശേഷം ഓക്സിലറിയാണ് വരേണ്ടിയിരിക്കുന്നത്. നെഗറ്റീവ് വാക്കിൽ സെൻറ്റൻസ് ആരംഭിക്കുമ്പോൾ സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്, തെറ്റ്. സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്, തെറ്റ്. ഓപ്ഷൻ എ ഡു ഹി നോ, ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ്, തെറ്റ്. ഹീയുടെ കൂടെ ഒരിക്കലും ഡു വരില്ല. ഡു ബഹുവചന ഓക്സിലറിയാണ്, ഹി ഏകവചനമാണ്. ആയതിനാൽ എ ഓപ്ഷൻ തെറ്റാണ്. ശരി ഉത്തരം ബി ആണ്. ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ്. നെഗറ്റീവ് വാക്കിൽ സെൻറ്റൻസ് ആരംഭിക്കുമ്പോൾ ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ്. ഹീയുടെ കൂടെ ഡിഡ് ഉപയോഗിക്കാൻ പറ്റും. ഇൻവേർഷൻ എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ശരി ഉത്തരം ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22, സ്പോട്ട് ദി എറ. ഈ സെൻറ്റൻസിൻ്റെ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് അത് കണ്ടെത്തുക. ദ ഫ്യൂ മണി he inherited has already been wasted എന്നതാണ് സെൻറ്റൻസ്. The few money A, he inherited B, has already C, been wasted ആണ് D. നമുക്കറിയാം മണി അൺകൗണ്ടബിൾ നൗൺ ആണ്. മണി അൺകൗണ്ടബിൾ നൗൺ ആയതിനാൽ ദ ഫ്യൂ നമ്മൾ യൂസ് ചെയ്യാറില്ല. അൺകൗണ്ടബിൾ നൗണിൻ്റെ മുന്നിൽ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ആണ് യൂസ് ചെയ്യാറ്. ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നിലാണ്. ആയതിനാൽ ദ ഫ്യൂ മണി എന്നല്ല വേണ്ടത്, ദ ലിറ്റിൽ മണി എന്നാണ് വേണ്ടത്. ദ ലിറ്റിൽ മണി ഈ ഇൻഹെറിറ്റഡ് has already been wasted. ശരിയായിട്ടുള്ള മിസ്റ്റേക്കുള്ള ഭാഗം എ ആണ്. നമ്മൾ മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് എ എന്ന് പറയുന്ന ബബിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23, they went home after they dash their work. ഇവിടെ 4 ഓപ്ഷൻ. ഫിനിഷ്ഡ്, were finished, had finished, would finish. പാസ്റ്റിൽ 2 ആക്ടിവിറ്റീസ് നടക്കുന്നു. അതിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ആദ്യം നടന്നത് ജോലി ഫിനിഷ് ചെയ്തതാണ്, ഹാഡ് ഫിനിഷ്ഡ് ആണ് ശരി ഉത്തരം. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, സബ്ജക്റ്റ് പ്ലസ് V2. അത് ഇവിടെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഭൂതകാലത്ത് 2 പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്റ്റ് അവിടെയുണ്ട്, ഹാഡ് പ്ലസ് V3. ശരി ഉത്തരം സി ആണ്. എ തെറ്റാണ്, ബി തെറ്റാണ്, ഡി തെറ്റാണ്. പാസ്റ്റിൽ 2 പ്രവർത്തനം നടക്കുന്നു. ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അവർ ജോലി കംപ്ലീറ്റ് ആക്കിയത്. അതിനുശേഷമാണ് അവർ വീട്ടിലേക്ക് പോയിട്ടുള്ളത്, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് V2. ക്വസ്റ്റ്യൻ നമ്പർ 24, ഇഫ് മൈ അപ്ലിക്കേഷൻ ഫോർ ദ സ്കോളർഷിപ്പ് ഡാഷ് ഐ ഡാഷ് മൈ എഡ്യൂക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ്സ്. 2 ഡാഷ് വരുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. കണ്ടീഷനാണ് ചോദ്യം. യഥാർത്ഥ ആൻസർ സി ആണ്.
if my application for the scholarship had been accepted, I could have continued my education in the States. Condition number 3. സബോർഡിനേറ്റിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവുമ്പോൾ മെയിൻ ക്ലോസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ. ഇമ്പോസിബിൾ കണ്ടീഷനാണിത്. എ, ബി, ഡി ഈ ആൻസറുകൾ തെറ്റാണ്. ശരി ഉത്തരം സി ആണ്. ക്വസ്റ്റ്യൻ 25. ഐ ഡാഷ് ഹർ സിൻസ് വി മെറ്റ് എ ഇയർ എഗോ. ഇവിടെ സിൻസ് ടൈം കൺജങ്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈം കൺജങ്ഷൻ. സിൻസ് ഇവിടെ പ്രിപ്പോസിഷൻ അല്ല. സിൻസ് ഇവിടെ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്തിരിക്കുന്ന കൺജങ്ഷനാണ്. സിൻസ് ടൈം കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ സിൻസിന് ശേഷമുള്ള ഭാഗം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വളരെ വളരെ ശരിയാണ്. സിൻസിന് ശേഷമുള്ള ഭാഗം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിൻസിന് മുന്നേയുള്ള മുഖ്യ സെൻറ്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം എന്നാണ് നിയമം. ഓപ്ഷൻ എ ഡിഡിൻ സി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല. തെറ്റ്. ഐ ഹാവൻ ബീൻ സീയിങ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണിത്. അതും പറ്റില്ല. പിന്നെ സീയിങ് ഈ ടെൻസിൽ ഉപയോഗിക്കലും ഇല്ല. സ്റ്റാറ്റിക് വെർബാണ്. ഐ ഹാഡൻറ്റ് സീൻ തെറ്റാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണിത്. അപ്പോൾ സിൻസ് ടൈം കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ സിൻസിന് ശേഷമുള്ള ഭാഗം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ശരി ചോദ്യത്തിലുണ്ട്. സിൻസിന് മുന്നേയുള്ള മുഖ്യ സെൻറ്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. ശരി ഉത്തരം ഐ ഹാവിൻറ്റ് സീൻ ഓപ്ഷൻ ഡി. കർത്താവ് ഇവിടെയുണ്ട്. കർത്താവിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവിന് ശേഷം വെർബിൻ്റെ മൂന്നാം രൂപം. ഡി ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഷീ ഡാഷ് അൺകോൺഷ്യസ് സിൻസ് 8 AM. നേരത്തെ നമ്മൾ സിൻസിനെ കൺജങ്ഷനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സിൻസ് കൺജങ്ഷൻ അല്ല, പ്രിപ്പൊസിഷൻ ആണ്. പ്രിപ്പൊസിഷൻ. സിൻസ് പ്രിപ്പൊസിഷനായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് ടെൻസുകളിലാണ്. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, മറ്റൊന്ന് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈസി വരില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആസ് ബീൻ ആണ് ശരി ഉത്തരം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. കർത്താവിന് ശേഷം ഹാസിന് ശേഷം വെർബിൻ്റെ മൂന്നാം രൂപം. ഹാഡ് ബീൻ വരില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വേഴ്സ് വരില്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സിൻസ് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ നാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസോ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ ആണ് ഉപയോഗിക്കാറ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഷീ ഹാസ് ബീൻ അൺകോൺഷ്യസ് സിൻസ് 8 AM. Question 27. Here are your shoes. I dash them. Here are your shoes. നിങ്ങളുടെ ഷൂസ് ഇതാ എന്നാണ് അർത്ഥം. I dash them. ജസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. ജസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്കുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. ജസ്റ്റ് ക്ലീൻ ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് തെറ്റ്. ജസ്റ്റ് ക്ലീൻഡ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് തെറ്റ്.
ശരിയുത്തരം ഐ ഹാവ് ജസ്റ്റ് ക്ലീൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. നൺ ഓഫ് ദീസ് തെറ്റാണ്. ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്ററാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കുള്ളത്. ആയതിനാൽ ഇവിടെ ശരി ഉത്തരം സി ഓപ്ഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. I dashed a new bicycle last week. ഉത്തര സൂചന നൽകുന്ന ഒരു വാക്ക് ഈ ചോദ്യത്തിൽ ലാസ്റ്റ് വീക്കാണ്. ലാസ്റ്റ് വീക്ക് ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണ പദമാണ്. adverbial of past. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. എന്താ സിമ്പിൾ പാസ്റ്റ് ടെൻസ്? സബ്ജക്റ്റിൻ്റെ കൂടി V2 യൂസ് ചെയ്യണം. ഐ ഹാഡ് ബോട്ട് തെറ്റാണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാസ് ബോട്ട് എന്തായാലും വരില്ല. രണ്ട് മിസ്റ്റേക്ക് ഉണ്ട്. ഐനോടൊപ്പം ഹാസ് വരില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഭൂതകാല സൂചക പദം ഉപയോഗിക്കാറില്ല. ഐ ഹാവ് ബോട്ട് തെറ്റാണ്. കാരണം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണ വാക്ക് ലാസ്റ്റ് വീക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഏതാ ശരി? ഐ ബോട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് V2. I bought a new bicycle last week. ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണ പദം ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രം. ആയതിനാൽ ഡി ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 29. Every day last week my aunt dashed a plate. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, എവറി ഡേ ലാസ്റ്റ് വീക്കാണ്. കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസവും. നമ്മൾ എവറി ഡേ എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസാണ് വരിക. തെറ്റാണേ. കാരണം ഇവിടെ എവറി ഡേ ലാസ്റ്റ് വീക്കാണ്, കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസവും. അപ്പോൾ എവറി ഡേ ലാസ്റ്റ് വീക്ക് എന്താ? ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണമായിട്ടുള്ള വാക്കാണ്, പ്രയോഗമാണ്. അപ്പോൾ ബ്രേക്സ് വരില്ല. എവറി ഡേ ലാസ്റ്റ് വീക്കാണ്. അപ്പം എന്താ വരിക? ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണ പദം വന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഏതാ? ബ്രോക്ക്. ബി. ഹാഡ് ബ്രോക്കൺ തെറ്റാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഭൂതകാലത്തെ കുറിക്കുന്ന പദങ്ങൾ പാടില്ല. ആസ് ബ്രോക്കൺ തെറ്റാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിലും ഭൂതകാലത്തെ കുറിക്കുന്ന പദങ്ങൾ പാടില്ല. അപ്പോൾ എവറിഡേ ലാസ്റ്റ് വീക്ക് ഭൂതകാലത്തെ കുറിക്കുന്ന പ്രയോഗമാണ്. ആയതിനാൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ബ്രോക്ക്. ക്വസ്റ്റ്യൻ 30. It started to rain when the boys dash football. Played, have played, were playing, are playing. നമുക്കറിയാം, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് ഈ ഭാഗത്ത് നിന്ന്. പാസ്റ്റിൽ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിലൊന്ന് തുടർച്ചയെ കുറിക്കുന്നു, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. രണ്ടാമത്തത് ഇവിടെ ഉണ്ട്, ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇറ്റ് സ്റ്റാർട്ടഡ് സബ്ജക്റ്റിൻ്റെ ഓടി V2. തുടർച്ചയെ കുറിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി, വാസ് പ്ലേയിങ്. പ്ലേഡ് തെറ്റാണ്. ഹാവ് പ്ലേഡ് തെറ്റാണ്. ആർ പ്ലേയിങ് തെറ്റാണ്. അപ്പോൾ ഭൂതകാലത്ത് രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിലൊന്ന് തുടർച്ചയെ കുറിക്കുന്നു, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ശരി ഉത്തരം സി. ക്വസ്റ്റ്യൻ 31 വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ യങ് വൺ ഓഫ് എ ലയൺ ഈസ് കോൾഡ്. ഒരു സിംഹത്തിൻ്റെ ചെറിയ കുട്ടിയെ എന്താ വിളിക്കുക? വളരെ വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണിത്.
ഫർദർ എക്സ്പ്ലനേഷൻ്റെ ഒരാവശ്യവുമില്ല. കബ്ബാണ്, എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 32. മോഹൻ hasn't answered one of the papers satisfactorily. Dash he hopes to pass in the first division. ഇവിടെ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമുക്കറിയാം. മോഹൻ സംതൃപ്തിയുള്ള രീതിയിൽ എക്സാമിനേഷൻ എഴുതിയിട്ടില്ല. എന്നിരുന്നാലും അവൻ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ഫസ്റ്റ് ഡിവിഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും നെവർത്തലെസ് എന്നാണ് ശരി ഉത്തരം. ഇൻ എനി കേസ് ഏത് വിധേനയും തെറ്റാണ്. കോൺസിക്വൻ്റ്ലി തത്ഫലമായി തെറ്റാണ്. ഓൺ ദ അതർ ഹാൻഡ് നേരെ മറിച്ച് തെറ്റാണ്. അപ്പം ശരി ഉത്തരം സി ആണ്, നെവർത്തലെസ് ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ 33. യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഡാഷ് ഓർഡേഴ്സ്. നിന്നെ സസ്പെൻഷനിലാക്കിയിരിക്കുന്നു എന്തുവരെ? ഫർദറായിരിക്കുന്ന ഓർഡേഴ്സ് വരുന്നത് വരെ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫാർദർ വിദൂരമായ തെറ്റാണ്, ഫ്യൂച്ചർ തെറ്റാണ്, നെക്സ്റ്റ് തെറ്റാണ്. ഇവിടെ അനുയോജ്യമായിട്ടുള്ള വേർഡ് ഏതാ? അർത്ഥം നൽകുന്ന വാക്ക് ഫർദർ ആണ്. ആയതിനാൽ ശരി ഉത്തരം സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹി ഹാസ് ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് ബൈ അറ്റാക്കിംഗ് എ കോൺസ്റ്റബിൾ. ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് എന്ന യൂസേജിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എവിടെ ബോൺ ഇഞ്ചുറി? തെറ്റ്. ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ? ശരി. എവിടെ ബോൺ ഫ്രാക്ചർ? തെറ്റ്. നൺ ഓഫ് ദി അബോവും തെറ്റാണ്. കാരണം ആൻസർ ഉണ്ട് ഇവിടെ, ബി ആണ് ആൻസർ. ഹി ഹാസ് ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് ബൈ അറ്റാക്കിംഗ് എ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റബിളിനെ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അവൻ ട്രബിളിൽ ആകപ്പെട്ടു, ബുദ്ധിമുട്ടിൽ ആകപ്പെട്ടു എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി, ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് ശരിയുത്തരം. ക്വസ്റ്റ്യൻ 35. വിച്ച് ഓഫ് ദീസ് വേർഡ്സ് മീൻസ് എ ഫോം ഓഫ് ആർട്ട്? താഴെ പറയുന്നതിൽ കലാരൂപമേത്? വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, കൊളാഷ് ആണ്. COLLAGE, കൊളാഷ് ഒരു ആർട്ട് ഫോമാണ്. മറ്റേത് കോളേജാണ്, കലാലയമാണ് കോളേജ്. കൊളീഗ് അറിയാം നമുക്ക് എന്താ അർത്ഥമെന്ന്, കോളേജ് നമുക്കറിയാം. അപ്പം ശരിയായ ഉത്തരം കൊളേഷാണ്, ബി, ഓപ്ഷൻ ബി കൊളേഷാണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 36. വൊക്കാബുലറി ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. ബിബ്ലിയോഫൈൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൂ ലവ്സ് ബുക്സ് എന്നാണ് ആൻസർ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. നോക്ടുറൽ റിലേറ്റ്സ് ടു. നോക്ടുറൽ എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം നോക്ടുറൽ വാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നൈറ്റ് ടൈം എന്നാണ് മീനിങ്. നൈറ്റ് ടൈം, നൈറ്റ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വാക്കാണ് നോക്ടുറൽ. ശരി ഉത്തരം ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 38. സോനു ഈസ് ആൻ ഇൻവെറ്ററേറ്റ് ലയർ. ഇൻവെറ്ററേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹാബിച്വൽ എന്നാണ്. എഫക്റ്റീവ് അല്ല, ഫ്രീക്വൻ്റ് അല്ല,
ഫെമിലിയർ അല്ല. ഇൻവെറ്ററേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിയായ ഉത്തരം ഹാബിച്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ 39, 39ാമത്തെ ചോദ്യം. സ്പോട്ട് ദി എറർ. എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത് അതിനെ സ്പോട്ട് ചെയ്യുക. The thief together with his accomplice have broken into the strong room. ദാ ചോദ്യം. നമുക്കറിയാം ടുഗദർ വിത്ത് കണക്ടറായിട്ട് വന്നാൽ ഒന്നാമത്തെ കർത്താവിന് അനുയോജ്യമായിട്ടുള്ള വെർബ്. ഒരുപാട് എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. ഫർദർ കോൺകോഡൊക്കെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ടോപ്പിക് ബേസ്ഡ് ലെസൺസ് വരുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണ് നടക്കുന്നത്. ദ തീഫ് ടുഗദർ വിത്ത്, വിത്ത് ടുഗദർ വിത്ത്, അലോങ് വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, accompanied by, in the company of, besides, like, unlike ഇത്യാദി കണക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്ന സമയത്ത് വെർബ് പൊരുത്തപ്പെടുന്നത് ഒന്നാമത്തെ സബ്ജക്റ്റുമായിട്ട്. ഇവിടെ ഒന്നാമത്തെ സബ്ജക്റ്റ് ആരാ? ദ തീഫ്. എൻ്റെ സബ്ജക്റ്റാ ഏകവചന സബ്ജക്റ്റ് സിംഗുലർ. അപ്പോൾ വെർബ് എന്തായിരിക്കണം? സിംഗുലർ. ഹാവ് എന്ത് വെർബാണ്? ബഹുവചന വെർബാണ്. അപ്പോൾ എന്താക്കി മാറ്റണം? ഹാവിനെ ഹാസ് ആക്കി മാറ്റണം. തീഫ് സിംഗുലർ, കർത്താവ്. ഹാവ് ബഹുവചനം, തെറ്റ്. ഹാവിനെ എന്താക്കി മാറ്റണം? ഹാസ് ആക്കി മാറ്റണം. അപ്പോൾ എററുള്ള ഭാഗം, മിസ്റ്റേക്കുള്ള ഭാഗം സി ആണ്. അപ്പോൾ നമ്മൾ OMRൽ സി എന്ന ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 40, ഈ സീരീസിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. സ്പോട്ട് ദി എറർ ആണ് ചോദ്യം. എവിടെയാണോ മിസ്റ്റേക്ക് ഉള്ളത് അത് കണ്ടെത്തുക. വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ലിവ് നെക്സ്റ്റ് ഡോർ ടു മൈ aunt. വൺ ഓഫ് എ, മൈ ടീച്ചേഴ്സ് ലിവ് ബി, നെക്സ്റ്റ് ഡോർ സി, ടു മൈ aunt ഡി. നമുക്കറിയാം വൺ ഓഫ്, ഈച്ച് ഓഫ്, എവറി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫിന് ശേഷം നമ്മൾ ഉപയോഗിക്കാറ് ബഹുവചന കർത്താവ്. ബഹുവചന കർത്താവ് സിംഗുലർ വെർബ്. ഇവിടെ ലിവ്സ് എന്നാണ് വേണ്ടത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ, ഒരു വ്യക്തിയാണ് കർത്താവ്. അപ്പോൾ വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബായിരിക്കണം. കാരണം കർത്താവ് ഏകവചനമാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ. അപ്പോൾ വെർബ് എന്തായിരിക്കണം? സിംഗുലർ. ലിവ് ബഹുവചനമാണ്. ലിവിനെ ലിവ്സ് എന്നാക്കി മാറ്റണം. മിസ്റ്റേക്കുള്ള ഭാഗം ബി ആണ്. ആയതിനാൽ ഓപ്ഷൻ ബി ആണ് നമ്മൾ OMRൽ മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്.